ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേങ്ങ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ 1 വർഷം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് നമ്മൾ വോയിസ് ഒന്നും കൊടുക്കാതെ ആയിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസൊക്കെ കൊടുത്ത് ഒന്നുകൂടി ഈ റെസിപ്പി ചെയ്യാമെന്ന്. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ എനിക്കിത് FBയിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കോക്കനട്ട് സ്വീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. കറക്റ്റായിട്ട് അതിൻ്റെ റെസിപ്പി തന്നെയാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ഒരുപാട് സമയവും വേണ്ട. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിരവി എടുത്ത തേങ്ങയാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ടൊന്നുമല്ല. അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് തേങ്ങ എടുക്കുമ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് മൈദ വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊടിച്ചെടുത്ത പഞ്ചസാര ഉണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര പൊടിച്ചതുണ്ടാവും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു തേങ്ങയിൽ തന്നെ വെള്ളം ഉണ്ടാവും, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് ചിരവിയെടുത്ത തേങ്ങയാണല്ലോ. ഈ തേങ്ങയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. നല്ല പച്ച തേങ്ങയൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് തേങ്ങാപ്പാലുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ടീസ്പൂണോ ടേബിൾ സ്പൂണോ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം മതിയാകും. വെള്ളം അധികമായി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതുവരെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ ആ ഒരു നനവിനനുസരിച്ചിട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ചേർക്കുമ്പോൾ നിങ്ങൾ കുറേശ്ശെ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. കാരണം ആ പഞ്ചസാര പൊടിച്ചതും മൈദ എല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ പിടിയെടുത്ത് ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടൊന്നും പരത്തണ്ട. അത്യാവശ്യം കുറച്ച് നോക്കൂ, ഇതുപോലെ കുറച്ച് കട്ടി വേണം. ഇതിൻ്റെ മുകളിൽ ഒരു ചെറി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്ത ഓരോ സ്വീറ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇത് കുറച്ച് കുഴിയുള്ള തരത്തിലുള്ള ചട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു 10 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നമുക്കിത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ ഉൾഭാഗം കുക്കായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെരി ലോ ഫ്ലെയിമിൽ 3 മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ തേങ്ങ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോക്കനട്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ആ ഒരു കോക്കനട്ട് സ്വീറ്റിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോട്ടോസ് ഉണ്ടെങ്കിൽ FB പേജിലോ മെയിൽ IDയിലോ സെൻഡ് ചെയ്ത് തരിക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്